നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലേക്ക്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2025 നവംബർ 3-4 തീയതികളിൽ കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് റിപ്പോർട്ട്. ചുമതലയേറ്റതിനു ശേഷം ഉപരാഷ്ട്രപതി നടത്തുന്ന ആദ്യ കേരള സന്ദർശനമാണിത്. സന്ദർശനത്തിന്റെ ഭാഗമായി 2025 നവംബർ 3-ന് കൊല്ലത്തുള്ള ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഈ മേഖലയിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് അക്കാദമിക് സേവനത്തിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. നേർക്കുനേർ പോരിന് കോൺഗ്രസും ലീഗും. പൊന്മുണ്ടത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലെ ലീഗുകാരും കോൺഗ്രസുകാരും. ലീഗ് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധ്യതകൾ കുറവാണ്. എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും പരസ്പരം പോരാടുന്നതാണ് ചരിത്രം. കഴിഞ്ഞ 15 വർഷമായി മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ആകെ 16 സീറ്റുകളിൽ 12 ലീഗിനും 4 കോൺഗ്രസിനുമാണ്. ഇടതുപക്ഷത്തിന് സീറ്റില്ല. കടലിൽ കുളിക്കുന്നതിനിടെ അപകടം, 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്താണ് സംഭവം നടന്നത്. കർണാടക സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മൂവരും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. കർണാടകയിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും 11 അംഗ സംഘമാണ് എത്തിയത്. ഇന്നലെ കണ്ണൂർ ക്ലബിൽ താമസിച്ചതിനു ശേഷം ഇന്ന് ബീച്ചിലെത്തിയതായിരുന്നു. 8 പേരാണ് കുളിക്കാനെത്തിയത്. ഇവരിൽ 3 പേരാണ് തിരയിൽപ്പെട്ടത്. ആദ്യം 2 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് 3ാമത്തെയാളെ പുറത്തെടുത്തത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. അടൂർ കോട്ടമുകളിൽ 77-കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രത്നമ്മയാണ് മരിച്ചത്. ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇവരുടെ വലത് കൈയിൽ ഒരു മുറിവുണ്ട്. കൈഞ്ഞരമ്പ് മുറിച്ചതിനു ശേഷം ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം രത്നമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ മരണകാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് സുഖയാത്ര ഒരുക്കാൻ സർക്കാർ. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലെ 82 റോഡുകൾക്കായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 റോഡുകൾക്ക് 68.90 കോടി രൂപയുണ്ട്. കൊല്ലത്ത് 15 റോഡുകൾക്ക് 54.20 കോടി. പത്തനംതിട്ടയിൽ 6 റോഡുകൾക്ക് 40.20 കോടി. ആലപ്പുഴയിൽ 9 റോഡുകൾക്ക് 36 കോടി. കോട്ടയത്ത് 8 റോഡുകൾക്ക് 35.20 കോടി എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത്.